രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. വാൽമീകി അവതരിപ്പിച്ചത് മനുഷ്യനായ രാമനെ മാത്രമല്ല, മനുഷ്യരൂപിയായി ഭൂമിയിലേക്ക് അവതരിച്ച പരമാത്മാവിനെയാണ്. ഒരേ സമയം ഈ അർത്ഥതലങ്ങളെയെല്ലാം കൂട്ടിയിണക്കി ആ 24,000 ശ്ലോകങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ശ്രദ്ധയുള്ളവർക്ക് അങ്ങേയറ്റം സൂക്ഷ്മമായ അർത്ഥമണ്ഡലങ്ങൾ വരെ ചെന്നു ചേരാൻ പാകത്തിനാണ് അദ്ദേഹം ആ കഥ എഴുതിയിരിക്കുന്നത്. ആ കഥയുടെ സ്ഥൂലരൂപം അങ്ങനെ തന്നെയാണ്, അതിലെ സംഭാഷണങ്ങൾ അങ്ങനെ തന്നെയാണ്, അതിലെ വർണ്ണനകൾ അങ്ങനെ തന്നെയാണ്, അതേപോലെ തന്നെ അതിലെ ശാസ്ത്ര വിശകലനങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അത്യന്ത സൂക്ഷ്മമായിരിക്കുന്ന ഗഹനമായിരിക്കുന്ന അർത്ഥമണ്ഡലവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വാൽമീകിയുടെ രാമനും പരമാത്മാവ് തന്നെ, അതേപോലെ തന്നെ മറ്റ് തുളസീദാസൻ തുടങ്ങിയ എല്ലാവരുടെ രാമനും പരമാത്മാവ് തന്നെ. ആ പരമാത്മാവിനെ മനുഷ്യരായ നമുക്ക് അടുത്ത് കാണുവാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ആ പരമാത്മാവിൽ നിന്നിട്ട് തത്വങ്ങളെ, ജീവിത രഹസ്യങ്ങളെ പഠിക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും പാകത്തിന് നമ്മുടെ രൂപത്തിൽ മനുഷ്യനായിട്ട് രാമനെ അവതരിപ്പിച്ചു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ആ മനുഷ്യനിലേക്ക് നോക്കി, അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാം നേരെ ചെല്ലുന്നത് പരമാത്മാവിലേക്കാണ്. ആ ആധ്യാത്മികമായിരിക്കുന്ന അർത്ഥതലത്തെ വാൽമീകി രാമായണത്തിലെ അർത്ഥതലമാണ്. വളരെ സ്പഷ്ടമായി കാണിക്കുന്നതാണ് അധ്യാത്മരാമായണം. അധ്യാത്മരാമായണ മൂലഗ്രന്ഥം സംസ്കൃതത്തിലുണ്ടായി. നൂറ്റാണ്ടുകൾ മുമ്പ് വ്യാസവിരചിതം എന്നാണ് അതിൻ്റെ പ്രസിദ്ധി. ഏതായാലും വ്യാസതുല്യനായ ഒരാൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വ്യാസൻ തന്നെയാണ്. വ്യാസൻ എന്നുള്ളത് ഒരു വലിയ പദവിയാണ്. ആ തലം വരെ അധ്യാത്മജ്ഞാനം കൊണ്ട്, അനുഭൂതി കൊണ്ട് കൃഷ്ണദ്വൈപായന വ്യാസൻ ഏത് മണ്ഡലത്തിൽ എത്തി നിൽക്കുന്നുവോ അതേ മണ്ഡലത്തിൽ എത്തിച്ചേർന്ന അനേകം ഋഷിവര്യന്മാരാൽ ധന്യമാണ് ഭാരതം. അങ്ങനെ ഉള്ള വ്യാസൻ തന്നെയായ ഋഷിവര്യന്റെ രചനയാണ് സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണം. അതിനെ നമുക്ക് വളരെയേറെ ചേതോഹരമായിട്ട് മനസ്സിലാക്കാൻ പാകത്തിന് ഹൃദയഹാരിയായി മധുരമായ മലയാളത്തില്, അതും ഒരു പുതുമയാർന്ന മലയാളത്തില്, എഴുത്തച്ഛന്റെ മലയാളം അതിന് തൊട്ടു മുമ്പുള്ള മലയാളത്തെക്കാൾ അനേക കാരണങ്ങളാൽ പുതുമയാർന്നതാണ്. കരുത്തുറ്റ മലയാളം, സുന്ദരമായ മലയാളം, കേരളത്തിന്റെ നൈസർഗികമായ സൗന്ദര്യവും അതേപോലെ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന മലയാളം അതിൽ അദ്ദേഹം രചിച്ചു തന്നു. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന അധ്യാത്മരാമായണം. മലയാള ഭാഷ പഠിക്കണമെന്നാഗ്രഹമുള്ളവർക്കും മലയാള ഭാഷയിൽ പ്രാവീണ്യം നേടണമെന്നാഗ്രഹമുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം. അതിന് തുല്യമായി വേറൊരു കൃതിയില്ല. ഭാഷയുടെ മികവ് കൊണ്ടും കാവ്യഭംഗിയുടെ മികവ് കൊണ്ടും അധ്യാത്മരാമായണത്തോട് മത്സരിക്കാൻ കേരളത്തില് ഇന്നോളം വേറെ ഒരു കൃതിയും ഉണ്ടായിട്ടില്ല. എഴുത്തച്ഛന്റെ വഴിയിൽ കൂടിയാണ് പിന്നീട് വന്ന കവികൾ, എഴുത്തുകാർ എല്ലാവരും നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. എഴുത്തച്ഛൻ നമുക്ക് തന്ന ആ പുതുമയാർന്ന മലയാള ഭാഷ, നേരത്തെ മലയാളമുണ്ട്, അതിനെ വളരെയേറെ പരിഷ്കരിച്ച് ഇന്ന് നാം ഉപയോഗിക്കുന്ന കരുത്തുറ്റ ശക്തിയുള്ള ഗഹന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ മിടുക്കുള്ള സുന്ദരമായ മലയാള ഭാഷ എഴുത്തച്ഛൻ നമുക്ക് തന്നതാണ്. അതാണ് അധ്യാത്മരാമായണത്തിൽ ആവിഷ്കൃതമായിരിക്കുന്നത്. അതാണ് നാം ഇന്നും ഉപയോഗിക്കുന്നത്.
അതിൽ നിന്ന് തെല്ലും മാറ്റം വരുത്താൻ, ഭാഷയിൽ മാറ്റം വരുത്താൻ നമ്മുടെ നാട്ടിൽ ആർക്കും ആയിട്ടില്ല, ആവുകയുമില്ല. അങ്ങനെ മാറ്റം വരുത്തിയാൽ അവരുടെ ഭാഷാപ്രയോഗം വികലമായി പോവുകയും ചെയ്യും. അങ്ങനെ ഒരു നല്ല സുന്ദരമായ ഭാഷ നമുക്ക് അദ്ദേഹം തന്നു. അതോടൊപ്പം അദ്ദേഹം ആധ്യാത്മികമായ സമ്പൂർണ്ണ ജ്ഞാനവും തന്നു. അതിലൂടെ അദ്ദേഹം ഉദാത്തമായിരിക്കുന്ന ഭാരതീയ സംസ്കാരത്തെയും സമ്പൂർണമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചു, ഒരിക്കലും ഇളക്കം വരാത്ത പ്രകാരത്തിൽ. അതാണ് പഴയ കാലത്ത് എല്ലാ വീടുകളിലും രാമായണം വായിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അനുഷ്ഠാനമാണ്. ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളോട് കൂടിയിട്ട് രാമായണം വായിക്കും, രാമായണത്തിന്റെ അർത്ഥവിചിന്തനം ചെയ്യും. അർത്ഥം വിശദീകരിച്ചു കൊടുക്കാൻ സാമർഥ്യമുള്ള ആളുകൾ മിക്ക കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. അവർ കുഞ്ഞുങ്ങൾക്ക്, ആ വീട്ടിലുള്ള എല്ലാവർക്കും, പരിസരവാസികൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർക്കും എല്ലാവർക്കുമായിട്ട് വായിക്കുന്ന ഭാഗങ്ങളുടെ അർത്ഥതലങ്ങളെ വിശദമാക്കി കൊടുക്കും. എഴുത്തച്ഛനും 200 വർഷത്തിന് മുമ്പ് അയ്യപ്പിള്ളാശാനും അയ്യനപ്പിള്ളാശാനും കോവളത്ത് ജീവിച്ചിരുന്ന അവസരത്തിൽ അവരുടെ ആ കുടുംബക്ഷേത്രത്തിന്റെ മുന്നിലിരുന്ന് ചന്ദ്രവളയം കൊട്ടി രാമകഥപ്പാട്ട് പാടുമായിരുന്നു. അത് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടെ വന്നു ചേരുമായിരുന്നു. എല്ലാ ദിവസവും രാമകഥപ്പാട്ട് പാടുന്ന അയ്യപ്പിള്ളാശാനും അയ്യനപ്പിള്ളാശാനും വളരെ മനോഹരമായ കാവ്യമാണത്. മലയാളവും തമിഴും സംസ്കൃതവും കൂടിക്കലർന്നുള്ളൊരു കാവ്യശൈലിയാണ്. അന്നത്തെ മലയാളമാണ് നാം കാണുന്നത്. അവിടെ നിന്നിട്ട് മലയാളം കുറെ കൂടി മാറി. അതുകൊണ്ട് ഇന്ന് ആ പുസ്തകം വായിച്ചാൽ മലയാളത്തിൽ പരിചയം കുറവുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. എങ്കിലും ആരെങ്കിലും അത് പാടുകയോ ചൊല്ലുകയോ ചെയ്താൽ കേൾക്കുന്നവർക്ക് മനസ്സിലാകും. കാരണം നമ്മുടെ ഇന്നത്തെ മലയാളത്തിന്റെ അല്പം മുമ്പുള്ള, ഏതാനും പടി മുമ്പുള്ള മലയാളമാണ് അവിടെ രാമകഥപ്പാട്ടിൽ കേൾക്കുന്നത്. അങ്ങേയറ്റം നാടകീയമാണ്, അങ്ങേയറ്റം സംഗീതാത്മകമാണ്. അതാണ് ആ കൃതിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദിവസവും അത് പാടുന്ന സമ്പ്രദായവും നിലനിന്നു വന്നിരുന്നു. അങ്ങനെ എഴുത്തച്ഛൻ നമുക്ക് അധ്യാത്മമായ രാമായണത്തെ പകർന്നു തന്നു. ഈ രാമായണത്തെ അദ്ദേഹം അതിന്റെ സർവ സവിശേഷതയോടും കൂടി പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്കും അസന്ദിഗ്ധം ഈ ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ. എത്രയും ചുരുക്കി ഞാൻ രാമമഹാത്മ്യമെല്ലാം. തുടക്കത്തിലെ തന്നെ ഗ്രന്ഥത്തിന്റെ പേര്, ആ ഗ്രന്ഥത്തിന്റെ സവിശേഷത, അതിന്റെ പ്രയോജനം എന്താണ്, വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഏതൊരു മനുഷ്യനും ഏതൊരു കാര്യത്തിനും പുറപ്പെടുന്നത് അതിൽ നിന്നിട്ട് എന്തെങ്കിലും കാര്യമായ പ്രയോജനം കിട്ടുമോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ടാണ്. ഇത്ര ബൃഹത്തായിരിക്കുന്ന ഒരു കാവ്യത്തെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ അതിന്റെ പ്രയോജനം അതിനാൽ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ തന്നെ പറഞ്ഞു വെച്ചു. അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. ഇത് അധ്യാത്മരാമായണമാണ്. വാൽമീകി രാമായണത്തിന്റെ ആധ്യാത്മികമായ അർത്ഥതലത്തെ ലോകത്തിന്റെ മുന്നിൽ പ്രകാശിപ്പിക്കുന്നതായ രാമായണ ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ഇതിന്റെ കഥ വാൽമീകിയുടെ കഥയാണെങ്കിലും അതിന്റെ അവതരണത്തിൽ, ആ സംഭാഷണത്തിൽ, കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിൽ ഒക്കെ ആധ്യാത്മികതയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന വാൽമീകി നമുക്ക് വ്യംഗ്യമായി തന്ന ആധ്യാത്മികതയെ പ്രകടമാക്കി കാണിക്കുന്ന രചനാരീതി ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ അധ്യാത്മരാമായണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രയോജനം എന്താ? വാൽമീകി രാമായണം വായിച്ചാൽ പോരെ? വാൽമീകി രാമായണം വായിച്ചാൽ മതി.
പക്ഷേ ആധ്യാത്മികമായ അർത്ഥം എളുപ്പത്തിൽ ഗ്രഹിക്കാൻ അതിൻ്റെ ആധ്യാത്മിക അർത്ഥത്തെ പ്രതിപാദിക്കുന്ന ഈ പുസ്തകം വായിക്കുന്നത് എളുപ്പമായിരിക്കും. അതാണ് ഇതിന് കാരണം. ഇത് അധ്യാത്മപ്രദീപകം, അധ്യാത്മ ജ്ഞാനത്തെ ആളിക്കത്തിക്കുന്നതാണ്. അധ്യാത്മജ്ഞാനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമപൊരുളിനെ കുറിച്ചുള്ളതായ ജ്ഞാനം. അതിനെ ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മെ തന്നെ അറിയണം, നമ്മൾ ഈ ലോകത്തെ അറിയണം. ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിരിക്കുന്ന ആ പരമതത്വം അപ്പോഴേ നമുക്ക് തെളിഞ്ഞു കിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മവസ്തുവിനെ കാണിച്ചു തരുന്നു, അതിനെ അനുഭവപ്പെടുത്തി തരുന്നു. അതാണ് പ്രദീപകം. ആ ജ്ഞാനത്തെ നമ്മിൽ പ്രത്യക്ഷമായിട്ട് കരുത്തോടു കൂടിയിട്ട് അനുഭവിക്കാൻ പാകത്തിൽ പകർന്നു തരുന്നു. അധ്യാത്മബോധത്തെ ഇത് ആളിക്കത്തിക്കും. അതാണ് ഇതിൻ്റെ പ്രയോജനം. ജീവികളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ആനന്ദമാണ്. സകല മനുഷ്യരും, സകല മൃഗങ്ങളും, പക്ഷികളും, വൃക്ഷങ്ങളും, പുല്ലും പുഴുവും ഒക്കെ ആഗ്രഹിക്കുന്ന ആനന്ദമാണ്. ഈ ആനന്ദം എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അധികം പേർക്കും നല്ല ഉറപ്പില്ല. പൊതുവിലുള്ള ധാരണ അതൊരു തെറ്റായ ധാരണയാണ്. ആനന്ദം ഭൗതിക വസ്തുക്കളിൽ ഇരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഭൗതിക വസ്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് മനുഷ്യരെല്ലാവരും, അപൂർവം ചിലരൊഴിച്ച്. മൃഗങ്ങളുടെ രീതിയും അതുതന്നെ, പക്ഷികളുടെ രീതിയും അതുതന്നെ. അതതിൻ്റെതായ ജീവിതമണ്ഡലത്തിൽ വേണ്ടുന്ന ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് അവയും ഓടി നടക്കുന്നു. പക്ഷേ ഭൗതിക വസ്തുക്കളുടെ പിന്നാലെയുള്ള ഈ ഓട്ടം ഒരു ഹരമായി മാറുമ്പോൾ ഏത് അതിക്രമം കാണിച്ചും തനിക്ക് ഒരു അവകാശവും ഒരു ആവശ്യവും ഇല്ലാത്തതായ വസ്തുക്കളെ മറ്റുള്ളവരെ ഏതു പ്രകാരത്തിലും ഉപദ്രവിച്ചും നേടിയെടുക്കുക എന്നുള്ള തലത്തിലേക്ക് മനുഷ്യൻ അധപ്പതിക്കും. ലോകചരിത്രത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളുടെ കോലാഹലമാണ് നാം കാണുന്നത്. ദിവസവും പത്രപംക്തികളിലും ചാനലുകളിലുമെല്ലാം അത്തരം സംഭവങ്ങളുടെ പരമ്പരയാണ് നാം കാണുന്നത്. തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് മറ്റാരെയും ഏത് പ്രകാരത്തിലും ഉപദ്രവിക്കുന്നത് തെറ്റല്ല എന്ന് ധരിച്ചു പോയിരിക്കുന്ന വളരെയേറെ ആളുകളുണ്ട്. പലരും ഹിംസയിലേക്ക് തന്നെ പോകുന്നു. അവർക്ക് അധ്യാത്മ ചിന്തയില്ല. ഞാൻ ആരാണ്, മറ്റുള്ളവരാരാണ്, ഈ ലോകം എന്താണ് എന്നുള്ള ചിന്തയില്ല. ഞാൻ ഈ ശരീരം മാത്രമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ കുടുങ്ങി ഓടി നടക്കുകയാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ ആനന്ദിപ്പിക്കാൻ പാകത്തിന് ആ വസ്തു കിട്ടിയാൽ കൊള്ളാം, ഈ വസ്തു കിട്ടിയാൽ കൊള്ളാം, ആ സ്ഥാനം കിട്ടിയാൽ കൊള്ളാം, ഈ അവാർഡ് കിട്ടിയാൽ കൊള്ളാം, അത്രയേറെ പണം കയ്യിൽ വന്നാൽ കൊള്ളാം എന്നൊക്കെ ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് അരുതാത്ത കാര്യങ്ങളും ധാരാളമായി ചെയ്യുന്നു. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കണം, ജീവിക്കാനുള്ള അധികാരമുണ്ട്. ജീവിക്കുമ്പോൾ മാന്യമായി സുഖമായി ജീവിക്കണം. അതിനു വേണ്ടുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടുന്ന സമ്പത്ത് നേടുകയും വേണം. അത് ഒരിക്കലും അധർമ്മമല്ല. എന്നാൽ അതിനപ്പുറത്തേക്ക് പോകുന്നു. മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളെ നശിപ്പിച്ച് മറ്റുള്ളവരുടെ ജീവനെപ്പോലും അപഹരിച്ച് എല്ലാം തൻ്റേതാക്കാൻ പലരും ശ്രമിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിൽ കാണുന്ന രാവണൻ. രാവണൻ അതാണല്ലോ ചെയ്ത് 3 ലോകങ്ങളെ ആക്രമിച്ച് കീഴടക്കി ധാരാളം ആളുകളെ, ജീവരാശികളെ കൊന്നൊടുക്കി എല്ലാം കവർന്ന് ലങ്കയിൽ കൊണ്ടുവന്നു, ലങ്കയെ സ്വർണമയമാക്കി. രാവണൻ അതുകൊണ്ട് സൗഖ്യമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് രാവണൻ അതുകൊണ്ട് സംഭവിച്ചത് എന്ന്. അത്തരം പ്രവണത ഇന്നും തുടരുന്നു. ആ ഒരു പ്രവണത മനസ്സിൽ നിന്ന് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നിറ്റ മാർഗമേ ഉള്ളൂ. നാം ആരാണ് എന്നറിയണം. ഞാനെന്നത് ഈ ശരീരമല്ല, ഈ മനസ്സല്ല, ഈ ബുദ്ധിയല്ല. ഇതിൻ്റെ എല്ലാം ഉള്ളിലിരുന്നുകൊണ്ട് ഇതിനെല്ലാം ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കുന്ന ആത്മാവാണ് എന്നറിയണം. അതാണ് ഈ രാമായണം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് അധ്യാത്മപ്രദീപകം. നീ ശരീര മനോബുദ്ധികളല്ല, നീ ആത്മാവ് തന്നെയാകുന്നു. തത്വമസി എന്നുള്ള മഹാവാക്യത്തിൻ്റെ
അത്ഭുതകരമായ സന്ദേശം അതാണ് രാമായണത്തിലൂടെ പകർന്നു കിട്ടുന്നത്. അത് നേടിയെടുത്തു കഴിഞ്ഞാലോ ആ ആള് പിന്നെ ലോകത്തിൽ ആരെയും ഉപദ്രവിക്കാൻ പുറപ്പെടില്ല, ലോകത്തിന് ഒരു വേദനയും ഉണ്ടാക്കില്ല, തൻ്റെ എല്ലാ കഴിവുകളും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും വിനിയോഗിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വശാന്തിയുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ് ഈ രാമായണ പഠനം. അതാണ് അധ്യാത്മ പ്രദീപകം. അധ്യാത്മവിദ്യയെ നമ്മുടെ ഉള്ളിൽ ആളിക്കത്തിച്ച് പരമാത്മ അനുഭവം വരെ നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കൊണ്ടെത്തിക്കുന്നതാണ് ഈ അധ്യാത്മരാമായണം വായിച്ച് ആത്മാരാമനായി തീർന്ന മഹാഗുരുവാണ് എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ.